ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ ആയുസ് ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ അനിയത്തി ആമി. നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടത് എൻ്റെ ഫാക്ടറിയിലത്തെ വീഡിയോസ് മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് എൻ്റെ പുര കണ്ടാലോ, എന്നാൽ എക്സ്പ്ലോർ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണം, 2 മീനുണ്ട്, കുറച്ച് മീനുണ്ട്, പിന്നെ കിളികളുണ്ട്, കൂടുണ്ടാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പണത്താലും കുറച്ച് കാര്യം പറയാണ്ട്, അതൊക്കെ ഉണ്ട്. അങ്ങ് തുടങ്ങല്ലേ, അങ്ങ് തുടങ്ങല്ലേ. ഇതെൻ്റെ വീട്, CCTV ആണത്, കണ്ടോ? അയ്യോ, ലീച്ച് ഓഫാക്കിയതാരാ? ലീച്ച് ഓണാക്ക്. അനിയത്തി കുട്ടിയാണ് കേട്ടോ. ഇതിനൊക്കെ കാരണം എന്താ ലൈറ്റ് ഓഫ് ആക്കാൻ കാരണം? പേടിപ്പിക്കാൻ നിന്നേ മച്ചാമാരെ. യെസ്, ഇത് കണ്ടോ CCTV. ഇത് പുതിയതായി വാങ്ങിയത് കേട്ടോ. 1 മാസമായിട്ടുണ്ടാവും കേട്ടോ. 1 മാസമായിട്ടുണ്ടാവുമോ അറിയില്ല, എന്നാലും നമുക്ക് അങ്ങ് ഫുൾ കണ്ടില്ല. എൻ്റെ 2 മീനുണ്ട്. ഒന്ന് ആമീൻ്റെ, ഈ റെഡ് ആമീൻ്റെയും ബ്ലൂ ആമീൻ്റെയും തീറ്റ കൊടുത്ത് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഷെൽഫ് 10 ടേബിൾ. പിന്നെ വേറെ എന്തോ കുറച്ച് പാവകൾ കണ്ടോ, കുറച്ച് പാവകളുണ്ട്. ഇതാണ് നമ്മൾ TV. ഇത് ആടെ ഹാളിലായിരുന്നു, ഇത് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ മീനിനെ കാണാൻ പോവാം. മീനാണ്. പിന്നെ ഒരു മീൻ ചത്ത് കിടക്കുന്നുണ്ട്, അതിനിപ്പോൾ മാറ്റിയിട്ടേ ഉള്ളൂ. കാണിച്ചു തരാം. എവിടെയോ ഉണ്ടായിരുന്നത്, അച്ഛമ്മേനെ മാറ്റുന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ വീട്. ഫുള്ള് കണ്ടോ, ചെടികളും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. മീനുകളെ കാണിച്ചു തരാം. കുളം എന്തോ കലക്കുകയാണോ? ഇത് കുളം വൃത്തിയാക്കിച്ച് 1 ദിവസം പോലും ആയില്ല, അപ്പത്തേക്കും കലങ്ങി ഇട്ടോ. കണ്ടോ? അത് പറഞ്ഞേ സമാധാനമായി ഒരു ഭാഗത്ത് നിന്നിട്ട്. ആ മീനെ കണ്ടോ? എന്നാൽ വേമ്പാ ഒരു കാര്യം പറയാനുണ്ട്. അതൊരു ഇച്ചിരി സീൻ കാര്യമാണ്, ഞാൻ പറഞ്ഞുതരാം. എന്തായാലും എന്താ നമ്മൾ മച്ചന്മാരോട് പറയണ്ടേ, ഇച്ചിരി സീൻ കേട്ടോ. ഇതെൻ്റെ അനിയത്തിയാണ്. കോൾഡ് ഡ്രിങ്ക് ഒക്കെ അറിയാം. അപ്പം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നലെ സ്കൂൾ വിട്ട് വന്നിട്ട് ഞാൻ കടയിലായിരുന്നു. അപ്പം എൻ്റെ ഉമ്മ ഇല്ലായിരുന്നു, ഉപ്പയില്ലായിരുന്നു, നാട്ടിൽ പോയത് പുരപ്പണിക്കായിരുന്നു. അപ്പം എൻ്റെ ഉമ്മാമ്മ ഫാക്ടറിയിലായിരുന്നു, വരാൻ 1 അരമണിയാവും. അങ്ങനെ ഞാൻ ശുക്കൂർക്ക ഉണ്ടായിരുന്നു. ശുക്കൂർക്കാനോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ശുക്കൂർക്കാരനെ അടിച്ച് പൊളിച്ചിട്ട് കളിച്ചിട്ട് വന്നു. ഞാൻ പറഞ്ഞു കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ കളിക്കാൻ പോയി. പിന്നെ മീനാടുന്ന ഒരു തോട്ടിന്ന് പിടിച്ചിട്ട് അതേപോലെ ചാടി അങ്ങ് പോയി ഗൈസ്. പിന്നെ കാണാമല്ലോ, ഒരു ഭാഗത്ത് വെച്ചിരുന്നാൽ പിന്നെ അതിനെ കാണാനില്ല. പിന്നെ അതല്ല, ഞാൻ മുത്തളിക്കാന്ന് പറയുന്നൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ പുരയാണ്. ആടെ ഞാനൊന്ന് പോയിട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ അടങ്ങി, എൻ്റെ ഉപ്പയും ഉമ്മയും ഒരു അനിയത്തിയുണ്ട്. ഒരു ഫുൾ 3 മക്കളാണ്. അവർക്കൊരു അനിയത്തിയുണ്ട്. അനിയത്തിക്ക് പനി പിടിച്ചിട്ട് കാണിക്കാൻ പോയി. 2 ദിവസമായിട്ട് അവിടെയായിരുന്നു. അപ്പോൾ 1 മാസം എടുക്കുമെന്ന് പറഞ്ഞ് ഒരാടെ ഒറ്റക്കാണ്. ഞങ്ങളവിടെ പോയി കുറച്ച് നേരം കളിച്ച് അതാക്കി. അങ്ങനെ 6 മണി ആയിട്ടില്ല, 6-4 മണി, 6-4 അങ്ങനെ ആയിക്കുണ്ടാവും. അപ്പോൾ ഞാൻ വരാൻ വൈകിപ്പോയി. അപ്പോൾ എല്ലാവരും എൻ്റെ ഉമ്മ വിളിച്ചു നോക്കി വന്ന്. അപ്പോൾ എല്ലാവരും വിളിച്ചു നോക്കി അറിയില്ല, മുത്തലിക്ക. ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. എക്സാം അങ്ങ് കുറേ അങ്ങോട്ട് പോയാൽ 1 കിലോമീറ്റർ അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, ആടെയൊക്കെ ഒന്ന് പോയി. കുറേ കുട്ടികളുണ്ടായിരുന്നു. അല്ല ഞാനുണ്ടോ എന്ന് നോക്കിയിട്ട് പോയി. ഫുൾ തപ്പി. ഞാൻ മുത്തലിക്കാൻ്റെ അടിയിലും ഞാൻ എന്താക്കി, ആടുന്ന് നേരെ പുറയ്ക്ക് പോയി. എല്ലാവരും വിളിച്ച് പറഞ്ഞ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയായിരുന്നു പറഞ്ഞ് എന്നെ തെരയുന്നുണ്ട് എൻ്റെ ഉമ്മാമ്മന്ന്. അപ്പോൾ ഞാൻ നേരെ പുറയ്ക്ക് ഓടി. എല്ലാവരും പറഞ്ഞു ഇതായാൽ മോന്ന്, കടയത്ത് അൻവർക്കാടെ നിന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ വന്ന് എനിക്ക് ഞാൻ പോലെ പോയി. അപ്പം ചമല്ലായിരുന്നു. ചമങ്ങനെ അവിടെ നിന്ന്
അവിടെ കാത്തുനിന്ന് ചാമപ്പ വന്ന് ചാമടത്തി ചീറ്റൊന്നും പറഞ്ഞില്ല. തിരണം നടന്ന് ഉമ്മലായിരുന്നു. അന്ന് രാത്രി ഉമ്മ വന്നു. അതാണ് ഇപ്പം അമ്മക്കേണ് കിളികളെ കാണാൻ പോവാൻ. മീനിനെ കണ്ട് അടുത്ത കിളികളെ കാണാൻ പോട്ടോ. ഇതാണ് ഇപ്പം പറഞ്ഞത്. അതാണ് കേട്ടോ. അപ്പോൾ ബപ്പു എന്ത് അതെൻ്റെ ഉപ്പാൻ്റെ പഴയ ഫോണാണ്. തുറന്നരാലോ. ഭയങ്കര പാടാണ് കേട്ടോ. എനിക്കിതൊരു പണിയുണ്ട്. കൊണ്ടുവരാം. നമുക്ക് ഫോൺ കിട്ടിയാൽ അതും അടുത്ത നമുക്ക് കണ്ടോ കുളം വൃത്തിയായി. ഇതപ്പോൾ തെളിഞ്ഞ് തെളിഞ്ഞ് അതേതാ 2 മീനാടെ നിങ്ങൾ കണ്ടോ. ആ മീനെ കിട്ടോ ഫിഷിനെ കെട്ട് ഒന്നും പറ്റൂല. ഇതിൽ മീനുണ്ടോയെന്നൊരു സംശയമില്ല. കുറച്ച് മീനെ അതിൽ കണ്ടിട്ടുള്ളൂ ഞാൻ എന്നാണ് എനിക്ക് പറയാൻ ഉള്ളത്. അപ്പോൾ ഇതാ കണ്ടോ ഇതെന്തൊക്കെയോ ഇതാണ് ചത്ത മീൻ. ഇപ്പം ചത്തിട്ടേ ഉള്ളൂ. ഈ മീനിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഞാനൊരു മീൻ സമ്മാനമായി തരും കേട്ടോ. അപ്പം ഞാൻ കാണാൻ പോകുന്നത് കിളികളെയാണ്. ഇതിലാകെ ഒരു ജോഡീനെ കിളിയെ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഇതിപ്പോൾ എത്ര ആയി കുറേ ആയിട്ടുണ്ട്. ഇതൊരു പറക്കാൻ പറ്റാത്തൊരു കിളി ഉണ്ടാടെ. വെള്ളപ്പോൾ 1 മാസം 2 മാസമായി എന്ന് തോന്നുന്നു. ഇത്രേ ആയിട്ടുള്ളൂ. ഈ കൂട്ടുകൾ നിങ്ങളെന്താ വിചാരിച്ചാൽ കണ്ടോ വലുണ്ടോ. കൂടുകളിലൊക്കെ ഉണ്ട് കേട്ടോ. കൂടുകളിലൊക്കെ കിളിയുണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെയല്ല കേട്ടോ. പിന്നെ ഇത് പറയണം കുറച്ച് വിഷമമുള്ള കാര്യമാണ്. എനിക്ക് ചോട്ടു എന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു. ആ പൂച്ചേൻ്റെ കൂടെ ഇട്ടത് അത് വണ്ടി ഇടിച്ച് ചത്തു. നല്ല ഇഷ്ടത്തിന് ഒരു ദിവസം ഞങ്ങൾ രാത്രി അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു. പൊറോട്ട വാങ്ങാനും പോയി. തിരിച്ചെത്തിയപ്പോൾ ചത്തുപോയി. പൂച്ചാടെ ചത്ത് കിടക്കുന്നു. വീട് ഈ റൂട്ട് മുന്നിൽ ഓട്ടോ ചെറുതി ജാടിട്ടോ. സൗണ്ട് ഓഫ് ആക്കടി. ഫോൺ ഓണാക്കി കൊടുത്ത് അതിൻ്റെ സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങളേത് കേൾക്കുന്നത് പറ. ഇതിപ്പോൾ പ്രാവിൻ്റെ കൂടാണ്. ഇതാ സാജിക്ക് ഓട്ടം ഇടുന്നുണ്ടോ. അത് പ്രാവിനും കൂട്ടിൻ്റെ ഓട്ടം. ഫസ്റ്റ് ചെറിയൊരു ഓട്ടം പിന്നെ അങ്ങോട്ട് വലുതായി മുറിച്ചത്. ഈ ചട്ടികൾ ഈ കൂട്ടിലേക്ക് വെക്കാനാണ്. 2 ഡോറുണ്ട്. 1 2 ഈ 2 ബൗണ്ട് ഈ ഒരു ഇതുണ്ട്. നല്ല വലുതാണ്. ഇതിൻ്റെ റൂഫ് ഉണ്ടാക്കുന്നതാണ് ഉള്ളത്. ഇതിൻ്റെ ബാക്കിയെല്ലാം അടിച്ച് ഇതാ ഗ്രില്ലാണ് കേട്ടോ. പിന്നെ ഇതിനോട് ചാക്ക് എന്തൊക്കെയോ വിൽക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാവിൻ്റെ ഈ വിരലുണ്ടാവും. അത് ഇതിൽ കൂടെ അങ്ങ് പോകും. കുട്ടികളൊക്കെ പോകണം ഈ ഗ്യാപ്പിൽ കൂടെ അങ്ങ് പോകും. കുട്ടികളകത്തറുണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്. ഇത് ആ സാധനത്തിൻ്റെയാണ്. ആ സൗണ്ട് കുറവാണ്. ഇത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇതൊക്കെ അടിച്ച് ഇതിൻ്റെ റൂഫ് അടിക്കണം കേട്ടോ. എന്താണെങ്കിൽ റൂഫ് അടിക്കണം. ഇതുണ്ട് ഫുൾ ചെടികളാണ് കേട്ടോ. ചെടികൾ നിറച്ചും ചെടികളാണ്. ഇപ്പോൾ ഈ കുളം വൃത്തിയാക്കിയിട്ട് ഒരു 2 ദിവസം ആയിട്ടേ ഉള്ളൂ. 2-3 ദിവസമായി. ഇതൊന്ന് ക്ലിയറായി. ഇപ്പോൾ കുറച്ച് മീനുകളിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഇത് പ്രത്യേക മീനുണ്ട്. അതിന് നിങ്ങൾക്ക് ചിലപ്പോഴേ കാണാൻ പറ്റുമോ. ഭാഗ്യമുള്ളവർക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ കണ്ടോ ആർഡർ മീൻ ഗോൾഡൻ ഷെയ്ഡിലുള്ള മീനുണ്ട്. നമ്മൾ കണ്ടറിയില്ല. ഭാഗ്യമുള്ളവർ ആ മീനെ കാണും. അതാ കണ്ടോ ഗൈസ്. കണ്ടോ കാണുന്നുണ്ടോ അറിയില്ല. നിങ്ങൾ കണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം. ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് അടിക്കണം, ഹൈപ്പ് ചെയ്യണം, എല്ലാം ചെയ്യണം. എനിക്ക് അത്രേ പറയാൻ പറ്റുമോ. എന്ത് പറയാൻ. ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിൽ മീൻ ഇപ്പോഴും ഉണ്ട് കുറച്ച്. ഇത് വേണോ കുറേ അങ്ങോട്ടൊക്കെ പോകുന്നു.
ഇതിൽ പറളൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് ഇതൊക്കെ ഇടും, മുഷൂണിടും, കാരനിടും, വരാലിനിടും, കുറച്ചിടും. ഞാനൊക്കെ ഡേഞ്ചറസ് തോട്ടും. ഇവരൊക്കെ നല്ല ഇതൊക്കെയാണ്. ഇത് കണ്ടോ, ഇവരാണ് ഗോൾഡ് ഫിഷ്, കോഴിക്കറുപ്പ്, കളർ മീൻ അങ്ങനത്തെയൊക്കെയാണ് ഇവർ. ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഫൈനൽ ആൻഡ് എൻഡിങ് കേട്ടോ. ഞാൻ എൻഡിങ് ഞാൻ കഥ പറഞ്ഞ അവിടെ നിന്നാണ് നമുക്ക് എൻഡ് തുടങ്ങാം. ആമിയെ എൻഡ് ചെയ്താലോ? എൻഡ് ചെയ്താലോ? അങ്ങോട്ട് പോയത് ഞാൻ പോകില്ല, പറഞ്ഞു. അപ്പം ഞാൻ എൻഡിങ്ങിലേക്ക് പോവാണ് കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതെന്തായാലും ചെയ്യണം. സബ്സ്ക്രൈബ് പിന്നെ പറയണ്ട, നിർബന്ധമായിട്ടും ചെയ്യണം ഗൈസ്. ഞാൻ പറയാം, നിർബന്ധമായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എനിക്ക് പറ്റുമെന്നേ പറയാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്ന് അടിച്ച് കയറി വാ, നമുക്കൊന്ന് പൈസക്കാരാവുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പ്ലേ ബട്ടൺ പോലും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ബൈ, സൈനിങ് ആ.